ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എൻ്റെ വിശേഷം എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നല്ലേ കുട്ടികൾക്ക് എക്സാമാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ മിഡ് ടേം എക്സാമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സൺഡേ ഇല്ലേ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുട്ടികളുടെ പഠിക്കാൻ പറഞ്ഞ് അവർക്ക് തിന്നാൻ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കാൻ അപ്പം വേണം. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഡ്രീം കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന പേടൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരോട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഡ്രീം കേക്ക് ചെയ്യാനുള്ള കേക്കൊക്കെ ഞാൻ 2 ബൗളാക്കിയിട്ട് 8 മുട്ടയുടെ കേക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പേട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് 1 ലിറ്റർ നല്ല ഫുൾ ഫാറ്റായിട്ടുള്ള പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് 100 ഗ്രാംസ് പാൽപ്പൊടിയില്ലേ, നമ്മുടെ മിൽക്ക് പൗഡർ, അതും കൂടി അളവാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അളവ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് വെയിറ്റും കൂടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാലിനൊന്നും നമുക്ക് കുറുകിച്ചിട്ട് കുറച്ചും കൂടി വറ്റിച്ചെടുക്കണം. ആ സമയത്ത് തന്നെ അതിനുള്ളിൽ പാൽപ്പൊടിയിൽ നമ്മൾ മിക്സാക്കി വേണം, ഒരു കട്ടിയുമില്ലാതെ മിക്സാക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു പൊടി ഉണ്ടാക്കണം. കാഷ്യൂനട്ട്, ബദാം, കുറച്ച് തേങ്ങ, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം ലോലാക്കി വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടിയൊക്കെ ഇല്ലേ, ഇതൊക്കെ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കിയിട്ടെടുക്കാം. എന്നാൽ പെട്ടെന്ന് ഇത് കുറുകിയിട്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിക്കൊള്ളും കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് തന്നെ പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. കാരണം പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ടും ബദാമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെറുതായിട്ടുള്ളൊരു മധുരം ഉണ്ടാകും. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ ബാലൻസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറേ മധുരം ആക്കണ്ട. കാരണം പാൽപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ പാലിനിങ്ങനെ കുറുകിച്ചിട്ടെടുക്കുമ്പോൾ അതൊരു മാവ ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര പഞ്ചസാര കുറവാക്കിയാൽ നമുക്കിത് നല്ല കഴിക്കാൻ പറ്റുന്ന പേടായി കിട്ടും. പിന്നെ ഇതങ്ങനെ നെയ്യുമില്ല, ഞാനിതിൽ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം വറ്റിയിട്ടുണ്ട്. വറ്റാൻ ഒരു മണിക്കൂറെല്ലാം കാണും ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിക്കാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇളകി കൊടുത്തുകൊണ്ടേയിരിക്കുക. കാരണം പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൈ ഇളക്കി ഇതിൽ അടുക്കി പിടിക്കാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള വോക്കഡയാണ് എടുത്തിട്ടുള്ളത്. എന്നാലും ഇങ്ങനെ പാൽപ്പൊടി ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കും. എന്നിട്ട് ഇത് ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും ആണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഡേറ്റ്സ് ഇട്ടിട്ട് ഡേറ്റ്സിലാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ആക്കുന്നത്. കാരണം നമ്മൾ ബൗൾസാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ബൗൾസിനെയാണ് നമ്മുടെ മാവ കോട്ടിംഗ് ആക്കി കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോൾസ് ആക്കിയിട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സമയത്ത് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രീം കേക്ക് ആക്കുന്നതിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയാണ് ഞാനിങ്ങനെ ബോക്സിലിട്ടിട്ട് ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബോക്സിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ബോക്സ് പകുതിയായിപ്പോയി. അപ്പോൾ ഇനി ഇത് വെച്ചാൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനൊരു ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇതിൽ വെറും ഈ റെസിപ്പീസായിട്ട് മാത്രമല്ല വ്ളോഗ് ടൈപ്പിലാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് ബോറാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മടിക്കല്ലേ. അങ്ങനെ ഇത് ഞാൻ ഡ്രീം കേക്ക് ആക്കാനുള്ള ക്രീമൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബോൾസ് ആക്കിയത് ഞാനിങ്ങനെ പേടയിലും കൂടി ഒന്ന് റൗണ്ട് ആക്കിയിട്ടില്ലേ, കോട്ടിങ്ങൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കില്ലേ മൊബൈൽ കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാ സബ്ജക്റ്റും നമുക്ക് മൊബൈലിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പോൾ 3 പേർക്കുള്ള സബ്ജക്റ്റിൻ്റെ എന്താ പറയുന്നത് റിവിഷനൊക്കെ മൊബൈലിലാണ് വരുന്നത്. അപ്പോൾ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ കയ്യിലും ആയിപ്പോവും. അതിനിടയിലാണ് ഞാൻ ഈ വ്ളോഗൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഡ്രീം കേക്ക് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി വന്ന കേക്കിന് ഇതിപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും കിട്ടില്ല, ഓരോരുത്തരിങ്ങനെ കഴിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്രീമിന് ഇങ്ങനെ ഉള്ളതിന് ഒതുക്കി വെച്ചിട്ട് ഉള്ള കേക്കും പൊടിച്ച് വെച്ചിട്ട് ഒരു ട്രേയിൽ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ക്രീമും ഞാനത് ഇങ്ങനെ ലൈറ്റായിട്ടാണ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രീം കേക്കും സെറ്റ്, ഇവിടെ പുഡിംഗ് ടൈപ്പിലുള്ള കേക്കും സെറ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ട് നല്ല ടേസ്റ്റായിട്ടോ. നമ്മൾ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവിടെ കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഫില്ലിംഗ് പേട, ഡ്രൈ ഫ്രൂട്ട്സ് പേട എന്ന് പറയുന്ന ഈ സംഭവമില്ലേ, ഇതും കൂടി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുള്ളൂ. കാരണം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് വെച്ച് കൊടുത്തത്.
അങ്ങനെ എല്ലാ ബോൾസിൻ്റെ ഉള്ളിലും ഞാൻ ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടില്ല. ഫില്ലിങ് വെക്കാതെ കുറച്ച് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആട്ടോ, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഫില്ലിംഗ് ആയിട്ടുള്ള പേടയും ഇഷ്ടം. അതിന് ഇഷ്ടപ്പെടാത്ത ചെറിയ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കിങ്ങനെ വെറും പേടായാലും നല്ല ടേസ്റ്റ്. ഇതൊക്കെ നമ്മൾ എത്ര വില കൊടുത്ത നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ചിലവിൽ കുറച്ച് എഫേർട്ട് ഇട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡാക്കിയിട്ട് കഴിക്കാനും പറ്റും. കുറച്ച് മെനക്കെടണം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ആക്കണം, കുറച്ച് ഹാർഡ് വർക്ക് അധികം ആക്കണമെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള ഡിഫറെൻറ്റ് സ്വീറ്റ്സാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ.